ഇപ്പോൾ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മുമ്പ് അങ്ങനെ ഒരു സ്ഥിതി കേരള സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അന്ന് രണ്ട് കാര്യമാണ് ഏറ്റവും കൂടുതൽ. ഒന്ന് നല്ല വിശപ്പുള്ള കാലമാണ്. വിശപ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ വിശപ്പിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കിട്ടാത്തൊരു കാലം ഒന്നാമതാണ്. രണ്ടാമത് വിശപ്പ് മാറ്റാൻ ഭക്ഷണം കിട്ടണമെങ്കിൽ നല്ല രീതിയിലുള്ള കായികമൊക്കെയാണ് ചെയ്യേണ്ട ഒരു കാലമാണ്. അപ്പൊ അന്ന് സൂര്യനെ കുറിച്ചാൽ അസ്തമിക്കുന്നവരെ എന്ന് പറയുന്ന പോലെ മനുഷ്യരെല്ലാവരും പരിശോധിച്ചാൽ ആ ആളുകളുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വാങ്ങിക്കഴിക്കൽ വളരെ കുറവാണ്. വാങ്ങിക്കഴിക്കൽ നല്ലോണം വന്നതോടുകൂടിയാണ് നമ്മളെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം ആ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ജീവിതശൈലി വാങ്ങിക്കഴിക്കാൻ അന്ന് പൈസ വളരെ കുറവാണ്. ഇപ്പൊ നമുക്ക് വാങ്ങിക്കഴിക്കല് നല്ല ശീലമായി. അപ്പോൾ വാങ്ങിക്കഴിക്കുന്നത് കച്ചവട താല്പര്യത്തോടുകൂടി ആളുകൾക്കാകുന്ന ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് ചെയ്തു. കച്ചവട താല്പര്യത്തോടുകൂടി ഞാൻ പറഞ്ഞത് കച്ചവട താല്പര്യം എന്ന് പറയുന്നത് ലാഭത്തിന്റെ അടിസ്ഥാനമാണ്. ഏത് കച്ചവടം ചെയ്യുന്നു ആ കച്ചവടം ചെയ്യുന്ന ആള് പ്രതീക്ഷിക്കുന്നത് ലാഭം മാത്രമല്ല, ചിലര് അതിലാഭം പ്രതീക്ഷിക്കണം. അപ്പൊ ലാഭം കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ അതിലാഭത്തെ കുറിച്ചാണ് കച്ചവടം ചെയ്യുന്ന ആൾ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ നിന്ന് എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചാണ് കച്ചവട താല്പര്യത്തോടുകൂടി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകൾ ഈ മേഖലയെ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ശീലമില്ലാത്ത പുതിയ ഭക്ഷണ രീതികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് നല്ലോണം കടന്നുവരിക. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഭക്ഷണ സംസ്കാരം നമ്മുടെ ഭൂമേശയിൽ ഇപ്പോൾ ഗുണപ്പെടുത്തുക. മുമ്പ് നമ്മുടെ വീട്ടില് ആരെങ്കിലും ഒരു അതിഥി വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗപ്പെടുത്തി അവർക്ക് എങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം എന്നാണ് ആ വീട്ടുകാർ ആലോചിച്ചാൽ. എന്നാൽ ഇപ്പം അത് മാറി. ഇപ്പൊ ഒരു അതിഥി വരികയാണെങ്കിൽ മുമ്പ് ഹോട്ടലിൽ പോയിട്ട് വാങ്ങേണ്ട കാര്യം ഫോണെടുത്ത് വിളിച്ചാണ്. അപ്പൊ അവർ പറയും ഇത്ര സമയത്ത് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം. അപ്പൊ അതിഥി വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കച്ചവട താല്പര്യത്തോടു കൂടിയുള്ള സ്ഥാപനത്തിൽ നിന്ന് എത്തിച്ചു കൊടുത്ത ഭക്ഷണമാണ് അതിഥിക്ക് ഉൾപ്പെടെ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മള് വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണശീലം കുറഞ്ഞു വരികയാണ്. ഓണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിശേഷ സമയങ്ങളിലൊക്കെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഭക്ഷണം വെക്കാൻ പറയാം. അതിപ്പോൾ കാറ്ററിംഗ് സർവീസ് ഏൽപ്പിക്കുന്ന നിലയിലേക്ക് നമ്മുടെ കേരള സമൂഹം മാറിയിട്ടുണ്ട്. ഇതൊക്കെ പൊതുവെ നമ്മുടെ അസുഖങ്ങൾ നല്ലോണം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അതുകൊണ്ട് ആശുപത്രികൾ കൂടുതൽ വേണം എന്ന നിലയിലേക്ക് നമ്മുടെ കേരള സമൂഹം മാറിയിരിക്കുകയാണ്. അതിലൊരു മാറ്റാണ് ആയുർവേദം പറഞ്ഞ അഭിരാജാഗ്രതത്തിൽ വളർത്തുകയും മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണം പോഷക മൂല്യങ്ങളോടുകൂടിയുള്ള ഭക്ഷണം ഏത് കഴിക്കേണ്ട എന്നതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ICDSന്റെ നേതൃത്വത്തിൽ നമ്മൾ
സംസ്ഥാനത്താകെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഭക്ഷണ ശീലങ്ങൾ ചെറിയ കുട്ടികൾക്ക് തുടക്കത്തിൽ തന്നെ അവർക്ക് ഏത് ഭക്ഷണം കഴിക്കണം എന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടുള്ള ഇത് കുറേ കൂടി വിപുലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും കഴിയണം. ആ നിലയിൽ ഇന്ന് ICDS കുടുംബശ്രീ നമ്മുടെ ആയുർവേദ ആശുപത്രി ചേർന്ന സങ്കല്പത്തിലുള്ള ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ ചൂണ്ടിക്കാൻ ചുരുക്കുന്നു.